നമ്മൾ ഈ സൈഡിൽ കാണുന്നത് ഇതൊരു ഇന്ത്യൻ പത്രമല്ല കേട്ടോ. ഇത് അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ RSSനെ കുറിച്ചും മോദിയെക്കുറിച്ചും മോദിയുടെയും RSSന്റെ ഇരട്ടത്താപ്പ് ഇന്ത്യനെ എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളതിനെ പറ്റിയാണ് ഫസ്റ്റ് പേജിൽ ന്യൂയോർക്ക് ടൈംസിൽ വന്നിട്ടുള്ളത്. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ അടുക്കിടെ ഈ പറഞ്ഞ നമ്മുടെ പോളിസീസ്, നമ്മുടെ വിദേശകാര്യ പോളിസീസും നമ്മുടെ കംപ്ലീറ്റ് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥ, ഇന്ത്യക്കെതിരെ മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യയായിട്ട് കാലങ്ങളായിട്ട് സൗഹൃദ ബന്ധങ്ങളുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ തിരിയുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതൊക്കെ പല കാരണങ്ങളും പല എക്സാമ്പിൾസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അമേരിക്ക പോലത്തെ ഒരു ന്യൂയോർക്ക് ടൈംസ് പോലത്തെ ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ RSSനെ പറ്റി പറയുന്ന മോശമായ കാര്യങ്ങൾ, RSS എങ്ങനെയാണ് BJP ഇന്ത്യ ഭരണത്തെ സ്വാധീനിക്കുന്നത്, ഇതിൽ ചൂട്ടുപിടിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെക്കുറിച്ചും അതുപോലെ തന്നെ യോഗിജിയെക്കുറിച്ചും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ പേപ്പറിൽ ഈ പറഞ്ഞ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇന്നലെയാണ് കേട്ടോ ഈ ഒരു ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, 29 ഡിസംബർ 2025. ഫ്രം ഷാഡോസ് ടു പവർ, ഹൗ ഹിന്ദു റൈറ്റ് റീഷേപ്ഡ് ഇന്ത്യ എന്നായിട്ടുള്ളത്. ഈ റീഷേപ്ഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ ഇതിൻ്റെയൊക്കെ താഴെ വന്ന് കമന്റ് ഇട്ട് ഇന്ത്യനെ റീഷേപ്പ് ചെയ്തത് BJP ആണ് അല്ലെങ്കിൽ RSS ആണ്. പക്ഷേ ഇതിൻ്റെ അകത്തെ കണ്ടന്റ് ആരും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. റീഷേപ്ഡ് അല്ല, ഡെമോളിഷ് ആണ് ഇന്ത്യനെ ചെയ്തത് എന്നാണ് ഇതിൻ്റെ അകത്തെ കണ്ടന്റുകളെ പറ്റി സംസാരിക്കുന്നത്. ഇപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നിഴലുകളിൽ നിന്നും അധികാരത്തിലോട്ട്, ഫ്രം ഷാഡോസ് ടു പവർ എന്നാട്ടോ. ഇപ്പോഴും RSS നിഴലിന്റെ അകത്ത് തന്നെയല്ലേ ജീവിക്കുന്നല്ലേ, ഇപ്പോഴും രജിസ്റ്റർ ചെയ്യാത്ത, അതല്ലെങ്കിൽ എന്താ പറയാ, അംഗത്വം കൊടുക്കാത്ത, വെറും നിഴലിന്റെ അകത്ത് ഇരുന്നിട്ട് എന്ത് ചെറ്റത്തരം ചെയ്യാം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴും. അത് തന്നെ ഷാഡോസ് ടു പവർ വന്നു. പക്ഷേ എങ്കിലും RSS എന്ന പേരിൽ കാണിക്കുന്നത് ഇപ്പോഴും പേടിത്തൊണ്ടന്മാരെ പോലെ, അത് ആരെയും കൊല്ലാം, ആരെയും ആരെയും എന്ത് ചെയ്യാം, ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സംഘടന ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംഘടനയുടെ അകത്ത് മെമ്പർഷിപ്പുള്ള ആരുമില്ല എന്ന് പറഞ്ഞ ഒരു ഒളിച്ചുകളി തന്നെയാണ് എന്നും RSS തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, നിഴലുകളിൽ നിന്നും അധികാരത്തിലിട്ട് ഹിന്ദു വലതുപക്ഷം ഇന്ത്യയെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന തലക്കെട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ RSSന്റെ സ്വാധീനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനത് വായിച്ച് പറയാം. അതായത് ഇന്ത്യയിലെ പ്രധാന സ്ഥാപനങ്ങളായിട്ടുള്ള കോടതി, പോലീസ്, മാധ്യമങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ RSSന്റെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. മോദി ഭരണത്തിന് വന്നതിന് ശേഷം RSS ഒരു ശക്തമായ ശക്തിയായി നിലനിൽക്കുന്നു എന്നും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും, കാരണം ഇപ്പം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ മറ്റേ ഇസ്ലാമോഫോബിയ പോലത്തെ, ക്രിസ്ത്യാനിറ്റിക്കെതിരെ, അതല്ലെങ്കിൽ ദളിതർക്കെതിരെ, രാജ്യത്ത് പാവപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ എതിരെ ഈ RSS അഴിച്ചുവിടുന്ന ഇതിൻ്റെ ഒരുപാട് മടങ്ങ് കൂടിയിട്ടുള്ളൂ. 2014 മോദി അധികാരത്തിൽ വന്ന് ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഈ വർഗ്ഗങ്ങൾക്ക്, അതായത് ഈ ജാതി, ഈ വർഗം, ഈ ലെവലിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. പിന്നെ രാജ്യത്തിൻ്റെ മറ്റ് അവസ്ഥകളൊക്കെ കയ്യിൽ പോയ അവസ്ഥയിലാണ് പോകുന്നത്. അപ്പം അത് ആ ഒരു കാര്യം വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ശക്തിയായിട്ട് തന്നെയാണ് RSS മുന്നോട്ട് പോകുന്നത്. അതിന് ചൂട്ടുപിടിച്ച്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും കേസില്ല, കോടതിയില്ല എന്നുള്ള രീതിയിലോട്ട് മോദി സർക്കാർ നമ്മുടെ രാജ്യത്തിന് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ പറയുന്ന രണ്ടാമത്തെ അതിൽ പറയുന്ന ഒരു കാര്യം മതപരമായിട്ടുള്ള വിഭജനത്തിനെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം, ഇന്ത്യയുടെ മതേതര പ്രതിച്ഛായക്ക് മങ്ങലേക്കുന്ന രീതിയിൽ രാജ്യം മതപരമായി വിഭജിക്കപ്പെട്ടു എന്നാണ് ഈ ലേഖനത്തിൽ പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതായത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എടുത്തതിൽ പറയുന്നുണ്ട്. പിന്നെ ചർച്ച് തകർക്കുന്നതിനെ പറ്റി, പിന്നെ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയുള്ള വിവേചനം എന്നിവയെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പിന്നെ പറയുന്ന കാര്യങ്ങൾ. അതായത് നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഇത്രയും കാലം മുസ്ലിങ്ങൾക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളും മറ്റ് മുസ്ലിം രാജ്യങ്ങളും മറ്റ് സ്ഥലങ്ങളും ചർച്ച ചെയ്യുന്നു നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പം അതിനേക്കാൾ വലുത്, അതായത് ലോകത്ത് ഏറ്റവും വലിയ മതമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിച്ച് പോകുന്ന ക്രിസ്ത്യാനിറ്റിക്കെതിരെ നമ്മൾ കഴിഞ്ഞ പല ക്രിസ്മസിനായിട്ട് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്രിസ്മസിന് അത് ഒരുപാട് 10 മടങ്ങ് കൂടി. ഓരോ വർഷം 800-900 കേസുകളാണ് ചർച്ച പൊളിക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും അത് കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും മോശപ്പെട്ടു പോകുന്നൊരു കാര്യം. എല്ലാത്തിലും മുമ്പിലുള്ള നമ്മൾ ഇനി അതിലും അധികം വൈകാതെ മുമ്പോട്ട് വരും. കാരണം നമ്മുടെ നാട്ടിലുള്ള സംഘി കൂട്ടങ്ങൾ വിവരവും ബോധവും വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത കുറെ ചാണക കൂട്ടങ്ങളാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം അത്
വളരെ വലിയ രീതിയിൽ നിങ്ങൾ ആലോചിച്ച് അമേരിക്ക പോലത്തെ ഒരു സ്ഥലത്ത് ഫസ്റ്റ് ന്യൂയോർക്ക് ടൈംസ് പോലത്തെ ഒരു പത്രത്തിലെ ഫസ്റ്റ് പേജിൽ തന്നെ ഇത് അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ള സംഘികളടക്കം ഉള്ള സകല ഇന്ത്യക്കാരും ഏത് അവസ്ഥ അല്ലെങ്കിൽ ഏത് കണ്ണിലൂടെയാണ് അവർ കാണുക നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇവിടുന്ന് ഇന്ത്യ വിട്ട് ഇന്ത്യയിലെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോയി ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇനി ഈ സ്ഥലങ്ങളിൽ എത്രത്തോളം മോശപ്പെട്ട രീതിയിലോട്ട് മാറും നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഒരുപാട് വാർത്തകളും ന്യൂസുകളും കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇന്ത്യൻസിനെതിരെ ഗോ ബാക്ക് ടു ഇന്ത്യ അല്ലെങ്കിൽ ഗോ ടു യുവർ കൺട്രി, ഹിന്ദു ഗെറ്റ് ഔട്ട് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞല്ല, ഗെറ്റ് ഔട്ട് ഫ്രം അവർ കൺട്രി എന്നും പറഞ്ഞിട്ട് ഹിന്ദു പേരിട്ട് വിളിക്കുന്ന പോസ്റ്റേഴ്സ് വരെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി. കാരണം നമ്മൾ ഇന്ത്യൻ കൾച്ചർ, ഹിന്ദു കൾച്ചറോ മുസ്ലിം കൾച്ചറോ ഒക്കെ അവിടെ പോയിട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് അടിച്ചിരിക്കും. അതിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പത്ര ലേഖനങ്ങൾ വരെ അവിടെ വന്നു തുടങ്ങി എന്നുള്ളതിനുള്ള ഉദാഹരണമാണിത്. പിന്നെ സ്ഥാപനങ്ങളുടെ ഇടപെടലിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട സർക്കാർ തസ്തികകളിലൊക്കെ RSS തങ്ങളുടെ ആളുകളെ നിയമിക്കുന്നു, ഇത് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതിയെ നിയന്ത്രിക്കുന്നുവെന്നും ഈ പത്രത്തിൽ പറയുന്നുണ്ട്. സത്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ഗവർണേഴ്സ്, VC നിയമനങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഏത് രീതിയിലാണ് പോലീസിൽ മറ്റ് എല്ലാ അത്തരത്തിലുള്ള സർക്കാർ എന്താ പറയുക തസ്തികകളിലോട്ട് RSS തീവ്ര ഹിന്ദുത്വമുള്ള ആളുകളെ കയറ്റി അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത എന്താ പറയുക ഭരണഘടനയിൽ പോലും മാറ്റങ്ങൾ വരുത്താൻ ട്രൈ ചെയ്യുന്നു, അതല്ലെങ്കിൽ സർക്കാർ പോളിസീസിൽ മാറ്റങ്ങൾ വരുത്താൻ ട്രൈ ചെയ്യുന്നു. അവിടെ ഇത്തരത്തിലുള്ള തീവ്ര ഹിന്ദുത്വം കുത്തിക്കലർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോൾ പുറത്തുള്ള മാധ്യമങ്ങൾ വരെ അത് ചർച്ച ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നെ കോടതികളെ കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുണ്ടോ. അലഹബാദ് കോടതിയിലെ ഒരു ജസ്റ്റിസിന്റെ പ്രസംഗമാണ് ഇതിൽ ഉദാഹരണമായി കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയിലും ഭൂരിപക്ഷാധിപത്യ ചിന്താഗതികൾ കടന്നുകൂടുന്നുവെന്നും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോടതികൾ പോലും നമുക്കറിയാം ദൈവം വരെ പ്രത്യക്ഷപ്പെട്ട് പള്ളി വിളിച്ചോളാൻ അധികാരം കൊടുത്ത ഹിന്ദു ചൂടനായിട്ടുള്ള ചീഫ് ജസ്റ്റിസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പല തരത്തിലുള്ള പള്ളി വിളിക്കുന്ന കാര്യത്തിലും മറ്റ് പരാവല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ അത്രയും വലിയ 10,000-2000 കൊല്ലങ്ങളാൽ ഉണ്ടായിട്ടുള്ള ഒരു പർവ്വത നിര തന്നെ ഇല്ലാണ്ടാക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോടതി ഏത് രീതിയിലാണ് അതിന് ചൂട്ടുവെക്കുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ ഉത്തർപ്രദേശിലെ 16 വയസ്സുകാരിനെ പീഡിപ്പിച്ച BJP MLA അവർക്ക് അയാളുടെ കുറ്റം ഡൽഹി ഹൈക്കോടതി മരവിപ്പിച്ചു എന്ന് കേട്ടു. അതിനെതിരെ ആൾക്കാർ തിരിഞ്ഞതുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതി കണ്ണ് തുറന്ന് ആ ഒരു വിധി സ്റ്റേ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് കോടതിയിലുള്ള ഈ RSSന്റെ കടന്നുകൂറ്റം അല്ലെങ്കിൽ അതിനെ BJPയുടെ കടന്നുകയറ്റം എത്രത്തോളം ഉണ്ടെന്ന് ഈ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാഷ്ട്രീയം വരെ ഈ ഒരു ലേഖനത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുറിച്ചും ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. കാവടി യാത്രയ്ക്ക് ഹെലികോപ്റ്ററിൽ പൂ വിതറുന്ന സർക്കാർ, അതായത് ഒരു സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരു ജാതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടി മതത്തിന്റെ ഒരു പരിപാടിക്ക് സർക്കാർ ഹെലികോപ്റ്ററിൽ സർക്കാർ ചെലവിൽ പൂ വിതറുന്നത് നമ്മൾ കണ്ടു. എത്ര മോശം ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. പിന്നെ മുസ്ലിം ചടങ്ങുകൾക്ക് കർശനമായിട്ടുള്ള നിയന്ത്രണവും നമ്മൾ കണ്ടു അല്ലേ. ഐ ലവ് മുഹമ്മദിൽ പോസ്റ്റ് കണ്ടതോടുകൂടി അവിടെ എന്താ പറയുക ഈ മുസ്ലിങ്ങളുടെ പല പരിപാടികളും നടത്താൻ പാടില്ല, റോഡുകളിൽ നടത്താൻ പാടില്ല, റോഡ് സൈഡുകളിൽ നടത്താൻ പാടില്ല, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക നബിദിനം നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങൾ നമ്മൾ പല സ്ഥലത്ത് കാണുന്നുണ്ട് അല്ലേ. അതായത് ക്രിസ്മസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇത്തരം ചടങ്ങുകൾക്ക് BJP ഗവൺമെന്റ് RSS സപ്പോർട്ട് കൂടി കാണിക്കുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ചും ഈ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. കൂടാതെ ബുൾഡോസർ ബാബ എന്നറിയപ്പെടുന്ന യോഗിന്റെ നടപടിയെക്കുറിച്ച് വ്യക്തമായിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഈ ഒരു ന്യൂയോർക്ക് ടൈംസിന്റെ ഫസ്റ്റ് പേജിലുള്ള ആ ഒരു ലേഖനത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ രാജ്യത്തിന്റെ പോക്ക്. ഇത്രയൊക്കെ സംഖ്യകൾ എന്തൊക്കെ ന്യായമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യകളെ നിങ്ങൾ കണ്ടോ. അവസാനം ഒറ്റപ്പെട്ട അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇന്ത്യ മുഞ്ചി തെറ്റിയിരിക്കുമ്പോഴൊക്കെ മോദിയൊക്കെ ചിലപ്പം പ്രായം മൂത്തങ്ങ് പോയി കാണും, അതല്ലെങ്കിൽ ബാക്കിയുള്ളവന്മാരൊക്കെ അങ്ങ് പോയി കാണും. പിന്നെ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ അതല്ലാതെ വരുന്ന ഒരു തലമുറ ഉണ്ട് ഇവിടെ എന്നുള്ള ആലോചിക്കുക. നമ്മളൊക്കെ പെടാൻ പോകുന്ന പെടൽ എത്ര വലിയ പെടലായിരിക്കും എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവും. അപ്പം ഓരോ കാര്യങ്ങൾ നമ്മൾ അന്താരാഷ്ട്ര വാർത്തകളിൽ നമുക്ക് എത്രത്തോളം മങ്ങലേൽക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ചാനലുകളും വാർത്തകളിലും ഒക്കെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു കൂതറ രാജ്യമാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് സംഖ്യകൾ കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങൾക്കുള്ള മറുപടി പറയേണ്ടി തന്നെ വരും നമ്മളെല്ലാവരും. ഏതായാലും വെയിറ്റ് ആൻഡ് സീ, നമുക്ക് നോക്കാം എങ്ങോട്ട് എത്തും എന്നുള്ളത്. അവസാനം ചാണകം തിന്ന് തന്നെ ഇന്ത്യയിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ അധികം വിദൂരമൊന്നുമല്ല.